ഹലോ ഗേസ്, സക്സീറോ ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കോസ്മിക് ബൈറ്റിൻ്റെ ഒരു അടിപൊളി ബഡ്ജറ്റ് ഗെയിമിംഗ് കീബോർഡാണ് ഗേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിനെ അൺബോക്സ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് പാക്കിങ്ങിനെ കാര്യങ്ങളൊക്കെ പറ്റി പറയാം. ഓക്കെ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കീബോർഡിന്, നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഓക്കെ, ഗാലാക്റ്റിക് വയർഡ് ഗെയിമിംഗ് കീബോർഡാണ് ഗേസ്. ഇതൊരു മെംബ്രെയിൻ കീബോർഡ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഇതൊരു മെക്കാനിക്കൽ ടൈപ്പ് തന്നെ കീബോർഡാണ് ഗേസ്. അപ്പം എന്തുകൊണ്ടും ഒരു ബഡ്ജറ്റ് കീബോർഡാണ്. ഓക്കെ, ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഓക്കെ, സ്വിച്ച് ടു ഗോഡ് മോഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് അവരുടെ ഒരു ബ്രാൻഡിങ് സൈനാണ് ഗൈസ്, CB കോസ്മിക് ബൈറ്റ്. ഓക്കെ, ഇവിടെ പിന്നെ ഒരു മൾട്ടിമീഡിയ ഹോട്ട് കീസ് പറയുന്നുണ്ട് ഇവർ. പിന്നെ 19 കീ ആൻറ്റി ഗോസ്റ്റിംഗ് 19 കീസ് പറയുന്നുണ്ട്. പിന്നെ RGB LEDs ആണ് ഇവിടെ വരുന്നത്. പിന്നെ അത് മാത്രമല്ല ഗൈസ്, ഒരു ഫുൾ സൈസ് കീബോർഡാണ്. പിന്നെ മെറ്റൽ അപ്പറാണ്, മെറ്റലാണ് ഇവരുടെ ഇത് വരുന്നത്, ബോഡി വരുന്നത്. പിന്നെ റിസ്റ്റ് റെസ്റ്റ് ഉണ്ട്, നമുക്ക് കൈ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസ്റ്റ് ഉണ്ട് ഗൈസ്. സോ നമുക്കിതിനെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 7 കളേർഡ് RGB ബ്ലാക്ക് ലൈറ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 4 ലെവൽസ് ഓഫ് ബ്രൈറ്റ്നസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 9 ബാക്ക് ലൈറ്റ് എഫക്ട്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമുക്ക് വിൻഡോസ് 98, 2000, അതുപോലെ വിസ്റ്റ 7, 8, 10 എല്ലാത്തിനും അതിനെ ബോയിലൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ ഇവിടെ 1104 ഗ്രാംസാണ് വരുന്നത്. ഓക്കെ, ഒരു 1 കിലോ അടുത്ത് വരുമെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിന് അൺബോക്സ് ചെയ്യാം ഗൈസ്. ഒരു USB ടൈപ്പാണ് ഇത് വരുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെ പൊട്ടിക്കാം. കുറച്ച് ബലമ്പുറത്താണ് ഗൈസ്, അത്യാവശ്യം കട്ടിയുണ്ട് അവർ സീൽ ചെയ്തേക്കണം ആ സ്റ്റിക്കറിന്. ഓക്കെ, എന്തായാലും നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മളതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഇവരുടെ ഒരു ജസ്റ്റ് ഒരു കാർഡും കാര്യങ്ങളും കൊടുത്തുണ്ട്. അതിൻ്റെ വോളിയം ബട്ടൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കീസിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അവനെ മാറ്റി വെച്ചേക്കാം. ഓക്കെ, ഇത് നമ്മളുടെ റിസ്റ്റ് റെസ്റ്റ് ആ ഒരു പാഡാണ് ഗൈസ്. ഇത് നമുക്കിങ്ങനെ ഇപ്പം നമ്മുടെ കൈക്ക് യൂസിന് വേണ്ടിയിട്ടാണ് ഇവരിത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം മിക്ക കീബോർഡുകളിലായാലും ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട്, ഈ ഒരു ഭാഗം സെക്ഷൻ വരുന്നുണ്ട് അതിൻ്റെ കൂടെ. ഓക്കെ, നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാം. ഒരു USB കേബിൾ ആണ് ഇതിൻ്റെ ഇത് വരുന്നത്. USB ആണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടുകൂടി വയർഡും ആണ്. എല്ലാ കമ്പ്യൂട്ടർ ആയാലും PC ആയാലും എല്ലാത്തിനും യൂസ് ചെയ്യാവുന്ന ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് കീബോർഡാണ് ഗൈസ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 1498 രൂപയാണുള്ളത്. ഇപ്പോൾ ഞാൻ ഓഫർ വന്നപ്പോൾ വാങ്ങിയതാണ്. സോ എന്നാലും കൂടിക്കഴിഞ്ഞാൽ 1500 സംതിങ് ആണ് വരത്തുള്ളൂ. അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഗെയിം കീബോർഡാണ്. ഇതിനും താഴെ ഉണ്ട്, പക്ഷേ ഞാൻ ഒരു മെക്കാനിക്കൽ ഫീല് നമുക്ക് വരുന്ന ഒരു കീബോർഡ് ഇതിന് താഴെ ഉണ്ടാവത്തില്ല. ഇതിന് അത്യാവശ്യം ഒരു മെക്കാനിക്കൽ ഫീലും ആ ഒരു ടൈപ്പുമാണ് ഇതിരിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും പുറത്തേക്ക് എടുക്കാം ഗൈസ്. ഓക്കെ, അതിൻ്റെ കവർ അങ്ങോട്ട് മാറ്റി പുറത്തേക്ക് എടുക്കാം. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ കോസ്മിക് ബൈറ്റിൻ്റെ RGB 7 ബ്ലാക്ക് ലൈറ്റ് RGB മെക്കാനിക്കൽ കീബോർഡാണ് ഗൈസ്. അത്യാവശ്യം നല്ല ഒരു പ്രൊഡക്റ്റ് തന്നെയാണെന്നാണ് ഞാൻ പറയത്തുള്ളൂ. ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് കീബോർഡാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളുടെ കോസ്മിക് ബൈറ്റിൻ്റെ ആ ഒരു ഗെയിമിംഗ് കീബോർഡ് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു നമുക്ക് കേബിൾ കണക്ട് ചെയ്യാതെ തന്നെ കാണുന്നതിന് നല്ലൊരു ലുക്കായിട്ടുണ്ട്. ഇവർ ഒരു മെറ്റലാണ് ഇതിൻ്റെ ബോർഡ്, ഫുള്ള് ബോർഡ് മെറ്റലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ റിസ്റ്റ്
റെസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം ഗൈസ്. ഓക്കെ, നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗേസ്. ഓക്കെ, ഇതാണ് നമ്മളെ ആ ഒരു കീബോർഡ്. ഓക്കെ, നമുക്കിവിടെ കൈ വയ്ക്കുന്നത് ഇത് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഗേസ്. കാരണം ഇങ്ങനൊരു മോഡൽ, ഒരു മെക്കാനിക്കൽ കീബോർഡ് ആകുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉള്ളത് നല്ലതാണ്. പക്ഷേ അതും വരുന്നത് ഓരോ കമ്പനികളുടെ മോഡൽ അനുസരിച്ചാണ്. മിക്ക കമ്പനികൾക്കും ഈ ഒരു ഓപ്ഷൻ വരുന്നില്ല. കാരണം ഓരോരുത്തരുടെ ഇതിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ ആ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്, ഡിസ്റ്റൻസ് നമുക്കതിപ്പോൾ കാണാൻ പറ്റും. ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്, ജസ്റ്റ് ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. കാരണം ഫ്രണ്ടിൽ അത്ര താന്നല്ല ഇരിക്കുന്നത്, ഒരു ഹൈറ്റ് ഉണ്ട്, കാരണം ഒരു പൊക്കത്തിലാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കൈക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവർ അതൊരു റെസ്റ്റിന് വേണ്ടിയിട്ടാണ് ആ ഒരു പോർഷൻ വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫ്രണ്ട് പാനൽ പൊക്കാനുള്ളൊരു ഓപ്ഷനുണ്ട് ഗൈസ്. ഇവിടെ ഒരു രണ്ട് റബ്ബർ പുഷ് വെച്ചിട്ടുണ്ട്. സോ ഇത്രയ്ക്കും ആ ഒരു എന്താ പറയുക, ഫ്രണ്ടിലും ആ ഒരു പൊക്കം വരുന്നുണ്ട്. സോ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴാണ് അതിന് കുറച്ചുകൂടി ഒരു ലുക്കും കാര്യങ്ങളും വരുന്നത്. ഇതാണ് നമ്മളുടെ ബാക്ക് ലൈറ്റിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ്, 4 മോഡ് ബ്രൈറ്റ്നെസ് കൂട്ടാനുള്ളൊരു ഓപ്ഷനാണിത്. ഓക്കെ, എന്തായാലും നമുക്കിതൊന്ന് നമ്മളുടെ പി സിയിലേക്കൊന്ന് കണക്ട് ചെയ്ത് നമുക്കൊന്ന് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഒന്ന് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ ഗെയിമിംഗ് കീബോർഡ്. അത്യാവശ്യം നല്ല ഒരു സെറ്റപ്പിൽ തന്നെയാണ്. അതിൻ്റെ ആ ഒരു RGB ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എനിക്കെന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. നമുക്കത് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം, അപ്പോഴാണ് അതിൻ്റെ കുറച്ചുകൂടെ എഫക്റ്റ് അറിയത്തുള്ളൂ. വാവ് സൂപ്പർ ഗൈസ്. നമുക്ക് നല്ല പൊളി സാധനമാണ് ഗൈസ്, ഒന്നും പറയാനില്ല. കാരണം ഗെയിമിങ്ങിനായിട്ട് നല്ല ബെറ്റർ യൂസാണ് ഗൈസ്. കാരണം നമ്മളുടെ ആ ഒരു കൈക്കും നമ്മൾ ആ ഒരു കീല് ഞെക്കുമ്പോൾ ആ ഒരു ഫീലും അത്യാവശ്യം നല്ല പൊളിയായിട്ടുണ്ട്. ഓക്കെ, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബഡ്ജറ്റ് ഗെയിമിംഗ് കീബോർഡാണ് ഗൈസ്. നമ്മളാ ഞെക്കുമ്പോൾ അറിയാം നമ്മൾ ആ മെക്കാനിക്കൽ കീബോർഡിൽ ഞെക്കുന്ന ആ ഒരു ഫീല് കിട്ടുന്നുണ്ടോയെന്ന്. അത് ഒരു 80% എങ്കിലും ആ ഒരു ഫീല് വരുന്നുണ്ട് ഗൈസ്. പക്ഷേ പക്ക ഇതൊരു മെക്കാനിക്കൽ കീബോർഡാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്കിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നല്ലൊരു ബെസ്റ്റ് ഗെയിമിംഗ് കീബോർഡ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഗെയിമിംഗ് കീബോർഡ് തന്നെയാണ് ഞാൻ പറയത്തുള്ളൂ. ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് കീബോർഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളിന് ഇത് ഏറ്റവും ബെറ്റർ തന്നെയാണ് ഗേസ്. അപ്പോൾ എല്ലാവരും എന്തായാലും തന്നെ ഇതൊന്ന് പർച്ചേസ് ചെയ്യുക. അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്ന് പർച്ചേസ് ചെയ്യുക. നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, അപ്പോൾ ഇനിയും സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തുക ഗേസ്. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗേസ്, ബൈ. അപ്പോൾ അടുത്ത വീഡിയോ വരെ നമുക്ക് പിന്നെ കാണാം.